തലവേദനയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സാധാരണ തലവേദന എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അപ്പുറത്തേക്ക് നമ്മൾ കളിയായിട്ടും പറയും എപ്പോഴും ഇതൊരു വലിയ തലവേദനയായല്ലോ അല്ലെ. എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും വെറുതെ തലവേദന വാങ്ങിച്ചു പിടിച്ചു എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് അല്ലേ. അതെ അതെ. ശരിക്കും പറഞ്ഞാല് ഈ തലവേദന ഒരു തലവേദന ആകുന്നത് ഒരു വളരെ ചുരുക്കം ചില അവസരങ്ങളിൽ മാത്രമാണ്. എങ്കിൽ പോലും ചിലപ്പോഴൊക്കെ അതൊരു വലിയ അതിന്റെ പിന്നിൽ ഒരു വലിയ അണ്ടർലൈങ് ഒരു വലിയ കോസ് തന്നെ കാണും. അപ്പം അത് ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും വലിയ. സ്ഥിരമായി തലവേദന വരുന്നുണ്ട് അല്ലെങ്കിൽ സ്ഥിരമായി അങ്ങനെ എന്ത് ശാരീരിക പ്രശ്നങ്ങളാണെങ്കിലും സ്ഥിരമായിട്ട് അതുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുക. അതല്ല ഇത്തരത്തിലുള്ള ചെറിയ വല്ലപ്പോഴും ഉള്ളൊരു തലവേദന നിങ്ങളുടെ അമിതമായ സ്ട്രെസ്സിൻ്റെയോ അമിതമായ ജോലി ഭാരത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിത പ്രശ്നങ്ങളോ അങ്ങനത്തെയൊക്കെ തലവേദനകൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളാലോ അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചു നേരം ഉറങ്ങുക അല്ലെങ്കിൽ ഒരു ചൂട് ചായ കുടിക്കുക ഇത്തരം രീതികളിലൂടെ മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. അതാണ് കൂടുതലും അഭികാമ്യം എന്നാണ് പൊതുവെ പറയുന്നത്. അതെ, നമുക്ക് അടുത്ത സെഗ്മെന്റ് കണ്ടിട്ട് മടങ്ങി വരാം. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ദശാകാലത്തെക്കുറിച്ചാണ്. സൂര്യദശയെക്കുറിച്ചും ചന്ദ്രദശയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. ഇനി അങ്ങോട്ടുള്ള ബാക്കി ഭാഗങ്ങൾ പറയാം. ചൊവ്വാദശ കഴിഞ്ഞിരുന്നു. ബാക്കിയുള്ള ദശകൾ അടുത്ത ദശ വരുന്നത് രാഹുർദശാകാലമാണ്. അതായത് 18 വർഷമാണ് രാഹുർദശയുടെ ഒരു കാലഗതി. ഈ രാഹുർദശയുടെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് തിരുവാതിര, ചോതി, ചതയം. അതാണ് രാഹുർദശയുടെ നക്ഷത്രങ്ങൾ. അപ്പോൾ അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളും ഇത് തന്നെയാണ്. ഈ തിരുവാതിരയുടെ അനുജന്മ നക്ഷത്രമാണ് ചോതി, ചതയം. അപ്പോൾ ഈ രാഹുർദശ എന്ന് പറയുമ്പോൾ 18 വർഷമാണ്. ഒരു ലോങ് പീരീഡാണ് 18 വർഷം. അപ്പോൾ ഈ 18 വർഷം രാഹുർദശ പല ആചാര്യന്മാരും രാഹുർദശയെക്കുറിച്ച് പല രീതിയിലാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. ചിലർ പറയുന്നത് തുടക്കത്തിൽ നല്ലതായിരിക്കും, ഒടുക്കത്തിലും നല്ലതായിരിക്കും, മദ്യം മോശമായിരിക്കും എന്ന് പറയുന്നു. ചിലർ പറയുന്നു ഒടുക്കത്തിൽ മോശമായിരിക്കും, മദ്യം നല്ലതെന്ന് പറയുന്നു. അങ്ങനെ പല രീതിയിൽ, അതായത് ചിലർ തുടക്കവും ഒടുക്കവും നല്ലത്, മദ്യം മോശം എന്ന് പറയുന്നു. അതേപോലെ ചിലർ പറയുന്നു തുടക്കവും ഒടുക്കവും മോശം, മദ്യം നല്ലത്. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഈ രാഹുർദശ എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മോശമായ കാലഘട്ടമാണ്. അതിലൊരു തർക്കമില്ല. കാരണം എനിക്ക് രാഹുർദശ 18 വർഷം കഴിഞ്ഞു വന്ന ഒരാളാണ്. ആ അനുഭവമുണ്ട്. അതുകൂടാതെ വരുന്നവരോട് ചോദിക്കുമ്പോഴും ഈ അനുഭവം തന്നെ പറയുന്നത് രാഹുർദശ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ധൈര്യവും എന്തിനും നേരിടാനുള്ള ചങ്കർപ്പൊക്കെ ഉള്ളൊരു കാലഘട്ടമായിട്ട് തന്നെ കടന്നു പോകുന്നത്. ആ സമയത്ത് എന്തെല്ലാം പരാക്രമം കാണിച്ചു കൂട്ടാൻ പറ്റുമോ അതെല്ലാം കാണിച്ചു കൂട്ടും. നമുക്ക് പറ്റുന്നതിൽ നമ്മളെക്കൊണ്ട് കഴിയാത്ത കൂടി അയൽവക്കത്തെ ആൾക്കാരെ കൊണ്ട് കൂടി ചെയ്യിക്കും. കാരണം എവിടെ നിന്നെല്ലാം കടം വാങ്ങാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം കടം വാങ്ങും. അതാണ് രാഹുർദശ. അത്രയും വലിയ ഒരു മായക്കാഴ്ചയാണ് രാഹു നമുക്ക് ഒരുക്കുന്നത്. അപ്പോൾ ഈ രാഹുർദശ കടക്കുമ്പോൾ അതിൻ്റെ വഴിപാട് എന്ന് പറയുന്നത് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കന്നിമാസം ആയില്യം മുതൽ ഇടവ 10 വരെയുള്ള ഈ 8 മാസം സർപ്പപ്രീതി വരുത്തുക. അതാണ് രാഹുവിൻ്റെ വഴിപാട്. അപ്പോൾ പലരും വരുമ്പോൾ ഞാനിങ്ങനെ രാഹുർദശയായിരുന്നു, അപ്പോൾ കുട്ടി പഠിക്കുന്നില്ല, വളരെ പിന്നിലാന്ന് പറയും ഈ രാഹുർദശയിൽ പോകുന്ന കുട്ടി. അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾ കുട്ടിക്ക് സർപ്പത്തിന് 100 മാലം കൊടുക്കാറെന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയും. ജോത്സ്യനെ കാണാറുണ്ടോ എന്ന് വെച്ചാൽ പോകാമെന്ന് പറയും. അപ്പോൾ പിന്നെ ഈ വഴിപാട് ചെറിയൊരു വഴിപാട് പോലും പറഞ്ഞതെന്ന് വെച്ചാൽ അതും ഇല്ലയെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുക. ഞങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ ചിലപ്പോൾ ജോത്സ്യന് ചിലപ്പോൾ ഈ സമയ കുറവൊക്കെ, കാരണം പല ജോത്സ്യന്മാർക്ക് ഇപ്പോൾ തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് 5 മിനിറ്റ് പോലും ഒരു ജോത്സ്യൻ സമയം എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വഴിപാട് പറയാനൊക്കെ വിട്ടുപോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മുടെ ദശ ഏതാണ്, ആ ദശയ്ക്ക് എന്താണ് വഴിപാട്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ പിന്നെ ഇനി അങ്ങേര് പറഞ്ഞില്ല അതുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു പരാതി വേണ്ട. നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്കൊരു വഴികാട്ട് ആവട്ടെ എന്ന് തന്നെ വിശ്വസിക്കാം. അപ്പോൾ രാഹുർദശ മനസ്സിലാക്കിയിരിക്കുക. 18 വർഷം ഡേഞ്ചർ ടൈമാണ് ആർക്കായിരുന്നാലും ജീവിതത്തിൽ. 18 വർഷം, ഈ 18 വർഷത്തിൽ രാഹുപ്രീതി വരുത്തി മുന്നോട്ട് പോയാൽ പോലും നമ്മൾ ചതിക്കുഴികൾ കാത്തിരിപ്പുണ്ടാവും. കാരണം പലരും വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത്രയും കെയർ ചെയ്ത് ജീവിച്ചിട്ട് പോലും അവസാനം കൊണ്ടേ ഒരാൾ പറഞ്ഞൊരു കാര്യം, ഒരുപാട് പൂജയും കാര്യമൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നൊരു ആളാണ്. ആൾ പറഞ്ഞൊരു കാര്യം, അത്രയും കെയർ ചെയ്ത് ജീവിച്ചിട്ട് പോലും അവസാനം മാഞ്ചിയത്തിനെ കൊണ്ടുപോയി 30 ലക്ഷം കളഞ്ഞു. അപ്പോൾ എത്ര കെയർ ചെയ്തിട്ടും ആ സമയത്ത് കൊണ്ടുപോയി ആ ഒരു ദുർബുദ്ധി തോന്നി അത് നശിപ്പിക്കും. അതാണ് രാഹുർദശ. അപ്പോൾ രാഹുർദശ അത്ര കണ്ട് കെയർ ചെയ്യുക. രാഹുർദശയിൽ ബിസിനസ്സൊക്കെ നടത്തുന്നവർ ആളുടെ പേരിൽ നിന്ന് മാറ്റി ഭാര്യയുടെ പേരിലേക്കൊക്കെ മാറ്റിയാൽ, ഭാര്യയുടെ ദശാകാല അനുകൂലമൊക്കെ ആണെങ്കിൽ ആ ദശയിലേക്കൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ വളരെ ഗുണകരമായിരിക്കും. അതല്ല 2 പേർക്കും രാഹുർദശാകാലമാണെങ്കിൽ വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം തന്നെയായിരിക്കും.
അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാൻ. രാഹുദശയ്ക്ക് പ്രധാന വഴിപാട് രാഹുപ്രീതി വരുത്തുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമുക്ക് ഏത് ക്ഷേത്രങ്ങളിൽ വേണമെങ്കിലും ദർശനം നടത്താം, ഏത് ദേവതയുടെ അടുത്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഈ ഏത് ദശയിലുള്ള ആൾക്ക് വേണമെങ്കിലും ഏത് ദേവീ ദേവന്മാരുടെ അടുത്തും പ്രാർത്ഥനയൊക്കെ നടത്താം. നമ്മൾ പറയുന്നത് പ്രധാന ദേവതയുടെ കാര്യം മാത്രമാണ് പറയുന്നുള്ളൂ. അപ്പോൾ പ്രധാന ദേവത രാഹുദശയ്ക്ക് രാഹു തന്നെയാണ്. രാഹു എന്ന് പറയുന്നത് ഏറ്റവും മോശമായൊരു കാലഘട്ടം തന്നെയാണ്. ഇത് തന്നെ ചിലർ ജാതകത്തിൽ 10ൽ രാഹു നിന്നുകൊണ്ടാണ് ഗതി പിടിക്കാഞ്ഞത്, അല്ലെങ്കിൽ ലഗ്നത്തിൽ രാഹു നിന്നുകൊണ്ടാണ് ഗതി പിടിക്കാഞ്ഞെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ 10ൽ രാഹു നിന്നുകൊണ്ടോ ലഗ്നത്തിൽ രാഹു നിന്നുകൊണ്ടൊന്നും ഒരിക്കലും ഒരാൾ ഗതി പിടിക്കാതെ വരില്ല. അത് ജാതകമാണ്. ജാതകത്തിൽ നിൽക്കുന്ന രാഹു അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും വരുന്നില്ല. ഇത് ദശ വരുമ്പോഴാണ് ഡേഞ്ചർ ആവുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ദശ എത്ര അനുകൂലമാണെങ്കിൽ പോലും ബാധാദോഷം, നെഗറ്റീവ് എനർജികൾ പിന്നാലെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ദശയേക്കാൾ ഉപരി നമ്മളുടെ പിന്നാലെ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത് ചിന്തിക്കാതെ കണ്ടിട്ട് കുറേ ജ്യോത്സ്യന്മാരെ കണ്ട് കുറേ ജാതകം കൊണ്ട് നോക്കി എന്നിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് കുഴപ്പമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ജ്യോത്സ്യനെ സമീപിക്കണം. അല്ലാതെ ഒരു അസുഖമില്ലാത്ത ഒരാൾ ഒരു ഡോക്ടറെ ഒരിക്കലും കാണാൻ പോവില്ല. നമ്മളൊക്കെ എപ്പോഴും കണക്കൂട്ടുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം സുഖത്തിൽ ശരീരസുഖമുള്ള ഒരാൾ ഡോക്ടറെ വെറുതെ പോയിട്ട് എന്തൊക്കെയുണ്ട് സുഖമാണെന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല അല്ലേ? അത്ര കണ്ട് വയ്യാണ്ടാവുമ്പോൾ, അതായത് നമ്മളുടെ കയ്യിലുള്ള ഒറ്റമൂലിയൊക്കെ ചികിത്സിച്ച് ഡോളൊക്കെ വാങ്ങിച്ചൊക്കെ കഴിച്ചൊക്കെ നോക്കി അങ്ങനെ പല വിക്രിയകളും നമ്മൾ ചെയ്തു നോക്കും. ഇതെല്ലാം നോക്കി പറ്റാണ്ടാവുമ്പോഴാണ് ഒരു പനി വന്നാൽ പോലും നമ്മൾ ഡോക്ടറുടെ സഹായത്തിലേക്ക് പോവുള്ളൂ. അപ്പോൾ അതേപോലെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ പറ്റാണ്ടാവുമ്പോൾ എത്തണില്ല എന്ന് കാണുമ്പോൾ മനസ്സിലാക്കുമല്ലോ ഈ സംഭവം നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണോ അതിനെ മാറ്റി തന്നെ കളയണം. അല്ലാതെ കണ്ട് ചിലർ വരുമ്പോൾ ചോദിക്കും ഞങ്ങൾ ഒരുപാട് പൂജയും പരിഹാരവും വഴിപാടൊക്കെ ചെയ്താണ്, പക്ഷെ ഒരു ഗുണം ഉണ്ടായില്ല, ഒരുപാട് ഹോമം നടത്തി ഒരുപാട് പൂജ നടത്തി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പറയും നിങ്ങളുടെ കാരണം ഇതൊക്കെയാണ്, ഇന്നമാതിരി ദോഷങ്ങളുണ്ട്, ഇതൊക്കെ മാറ്റിക്കളയണമെങ്കിൽ ഇന്നമാതിരി ഇതിന് ഒരു ദിവസം 7 ദിവസം വ്രതമൊക്കെ എടുത്തിട്ട് ഒരു ദിവസം പൂജ പരിഹാരത്തിനൊന്ന് മാറ്റാമെന്ന് പറയും. അപ്പോൾ അവരതിൻ്റെ എമൗണ്ടൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു അത്ര വലിയൊരു എമൗണ്ട് അല്ല, ഒരു മീഡിയം ആയൊരു എമൗണ്ടാണ്. അത് പറയുമ്പോൾ അവർ അമ്മയെ അപ്പോൾ അയ്യോ എന്ന് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ പാർട്ടി ഒന്നും ഒരു പൂജയും പരിഹാരവും ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഇവർ പറഞ്ഞ പൂജയും പരിഹാരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ പോയിട്ട് 3 രൂപയുടെ പുഷ്പാഞ്ജലി മാത്രമേ, അതായത് ഒരു ഭാഗ്യസൂക്തം പോലും ഇവർ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം 10 രൂപ ചിലവാക്കാനുള്ള വിഷമമുള്ള ടീമായിരിക്കും 3 രൂപയുടെ പുഷ്പാഞ്ജലി ചെയ്യുള്ളൂ. 3 5 രൂപയുടെ പുഷ്പാഞ്ജലി ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു 40 രൂപയുടെ ഗണപതി ഹോമമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് സ്ഥിരം ചെയ്തിട്ടുണ്ടാവില്ല, വല്ലപ്പോഴൊക്കെ. എന്നിട്ട് വന്നിട്ടാണ് ഈ ഡയലോഗ് പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ ഒരുപാട് പൂജയും പരിഹാരമൊക്കെ ചെയ്തു. ഇത് തന്നെ കൃത്യമായിട്ട് പല ആചാര്യന്മാരുടെ അടുത്ത് പോയി പറ്റിക്കലിലൊക്കെ പെട്ട് ഒരുപാട് പൈസ കളഞ്ഞ പാർട്ടിയാണെങ്കിൽ അവർ വരുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം, നമുക്ക് എന്ന് ഡേറ്റ് തരാൻ പറ്റും, എന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുള്ളൂ. അവരാണ് ശരിക്കും ഈ പൂജ പരിഹാരം ചെയ്തവർ. അതെന്താണെന്ന് വെച്ചാൽ അവർ പൈസ കണ്ടും കളഞ്ഞും അതിൻ്റെ അറപ്പ് തീർന്നവരാണ്. അപ്പോൾ അവർക്ക് രക്ഷപ്പെട്ടാൽ മതി, അല്ലാതെ ധനം അവിടെ ഒരു തടസ്സമാവുന്നില്ല. മറിച്ച് ഞങ്ങൾ ഒരുപാട് ഹോമവും പരിഹാരമൊക്കെ ചെയ്തു എന്ന് പറയുന്നവർ ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് ഒരുപാട് അനുഭവമാണ്. ഈ പാലക്കാട് ജില്ലയിൽ നിന്നൊക്കെ വരുന്നവരാണ് ഇതിൻ്റെ പ്രധാന ആളുകൾ. അവർ വരുമ്പോൾ പറയും ഞങ്ങളിങ്ങനെ ഒരുപാട് പൂജയും പരിഹാരമൊക്കെ ചെയ്തു, എന്നിട്ടും ഒരു ഗതിയില്ല. എനിക്ക് 41 വയസ്സായി, അനിയത്തിക്ക് 38 വയസ്സായി, ആങ്ങളയ്ക്ക് 35 വയസ്സായി, അറ്റണത്തിന് കല്യാണം കഴിഞ്ഞില്ല. അപ്പോൾ നമ്മളിതൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഉടനെ നടക്കുമെന്ന് പറയും. അപ്പോൾ അവർ എന്നാൽ ചെയ്യാമെന്ന് പറയും. അപ്പോൾ റേറ്റ് ചെറിയ എമൗണ്ട് ആവുമെന്ന് പറയുമ്പോൾ അയ്യോ പറ്റില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ശരിക്കും ചോദിക്കും നിങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ മുമ്പ് പറഞ്ഞ മാതിരി അവർ പറയും ഞങ്ങളിങ്ങനെ പുഷ്പാഞ്ജലി ചെയ്തു, ഹോമം നടത്തി. അപ്പോൾ അവരാണ് പറയുന്നത് ഞങ്ങൾ ഒരുപാട് ഹോമം പരിഹാരം ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് ഈ പാർട്ടി പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഇവരെന്താ ചെയ്തതെന്നുള്ളത്. അല്ലാത്തൊരു പാർട്ടി തീർച്ചയായിട്ടും വരുന്നത് ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നിപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ഒരു പൂജ ചെയ്യാൻ റെഡിയായിട്ട് വരണം. അതായത് ചിലർ ഇന്ന് കാണാൻ വരുമ്പോൾ നാളെ പൂജയ്ക്ക് റെഡിയാണ്. അങ്ങനെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരാണ് ശരിക്കും നമ്മളുടെ അവകാശികൾ. അല്ലാതെ കണ്ടിട്ട് വെറുതെ ഞങ്ങൾക്ക് രക്ഷപ്പെടണം, ഒരു ഏലസ് വാങ്ങിച്ച് ധരിച്ചാൽ അതിനുള്ള ധനം ഭഗവാൻ തരും, അത് ധരിക്കാൻ പറഞ്ഞാൽ പറയും ധരിച്ചോളം കുഴപ്പമില്ല, പൈസ തരാം, പക്ഷേ ചിട്ട പാലിക്കണമെന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അവർ അവകാശിയാണ് എങ്ങനെയാണ്? കാരണം അവർക്ക് മനസ്സില്ല. അങ്ങനെ മനസ്സില്ലാത്ത ഒരാൾ പോലും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അങ്ങനെ ജീവിതം രക്ഷപ്പെടണമെന്ന ആഗ്രഹം മനസ്സില്ലാത്ത ഒരാൾ പോലും നമ്മുടെ പിന്നാലെ വരണ്ട. കാരണം ഇല്ലാത്ത സമയമാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പോൾ ആ സമയം ഞാൻ എൻ്റെ സമയം തരും, നിങ്ങൾ അതേപോലെ ഒരു ദിവസം കാണാൻ വേണ്ടി ഒരു ദിവസം നിങ്ങളുടെ സമയം കളഞ്ഞിട്ട് ഈ വണ്ടി കാശൊക്കെ മുടക്കി വന്ന് വെറുതെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം വരണമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ത്യാഗമെല്ലാം സഹിക്കേണ്ടി വരും. ഏലസ് തന്നാൽ പോലും അതിനൊക്കെ ത്യാഗമുണ്ട്, നിഷ്ഠകളുണ്ട്. ഇതൊക്കെ പാലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാത്തൊരു ആളുകൾ ചെയ്യേണ്ട കാര്യം പ്രോഗ്രാം കാണുക, അതിനകത്ത് പറയുന്ന വഴിപാട്, ഈ ദശാകാല വഴിപാട് മാസത്തിൽ ഓരോ പ്രാവശ്യം ഞങ്ങൾ പറയുന്നത് തന്നെ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കയ്യിലുള്ളത് ആർക്കും കൊടുക്കില്ല, ഉള്ളതെല്ലാം നമുക്ക് തന്നെ വേണം. മറ്റേ കുഴിയിലേക്ക് പോകുമ്പോൾ
അത് കൂടെ ഇട്ട് കുഴിച്ചു മൂടണം എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ട, പ്രോഗ്രാം കാണുക. ഇതിലെ നല്ല വശങ്ങൾ, നല്ല വഴിപാടുകൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ അടുത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം ചെയ്യാം. അല്ലാതെ രക്ഷപ്പെടണം, നമുക്ക് ജീവിതത്തിൽ കിട്ടേണ്ട സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിക്കണം, അങ്ങനെ ചിന്ത ഉള്ളവർ ആര് വന്നാലും ഒരു ഗതിയില്ലാത്തവരായാലും തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെടുത്താം. കാരണം അങ്ങനെയുള്ളവർ എന്ത് ത്യാഗം സഹിക്കാൻ അവർ തയ്യാറായിരിക്കും. അങ്ങനെയുള്ള ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. അവരെ തീർച്ചയായിട്ടും നമുക്ക് കൈ കൊടുത്ത് അവരെ കരകയറ്റി കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ ഞാൻ ബുദ്ധിമുട്ടാൻ തയ്യാറല്ല, എനിക്ക് ഏലസ് ധരിക്കണം, പക്ഷേ നോൺ വെജൊന്നും ഒഴിവാക്കാൻ പറ്റില്ല, അങ്ങനെ വരണവരൊന്നും നമ്മുടെ പിന്നാലെ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു വിശേഷമില്ല. ഞാൻ മുമ്പ് ഒരു പ്രോഗ്രാമിൽ പറഞ്ഞു, നമുക്കിങ്ങനെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കണ്ട് ഞാൻ തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ടൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ദേവതയുടെ സപ്പോർട്ടോടുകൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്യാഗ മനസ്സോടുകൂടി തന്നെ വരണം. അപ്പോൾ ദശാകാലത്തിൽ രാഹുർദശ അങ്ങനെ 18 വർഷം, ഡേഞ്ചർ സമയം 64.5 വയസ്സോടുകൂടി. 64.5 വയസ്സ്, ഇയാൾ 64.5 വയസ്സ് വരെ എന്തെല്ലാം വിക്രി കാണിക്കാൻ പറ്റുമതെല്ലാം കാണിച്ചു കൂട്ടും. അപ്പോഴേക്കും ചിലപ്പോൾ നശിച്ച് നാരണക്കല്ലൊക്കെ പറിച്ചിട്ടുണ്ടാവും. പിന്നെ 64 വരെ വയസ്സിലൊക്കെ നശിച്ചു പോയ ഒരാൾ റിവേഴ്സ് ആവുമെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞത് 46 വയസ്സിനുള്ളിൽ നമ്മൾ സേഫ്റ്റി ആയിരിക്കണം. പിന്നത്തെ 18 വർഷം ഇതിങ്ങനെയുള്ളൊരു കാലഘട്ടമാണെന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ പിന്നീട് വരുന്ന 16 വർഷം വ്യാഴദശാ കാലഘട്ടം നമുക്ക് സൗഭാഗ്യത്തോടുകൂടി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഇതേപോലെ തന്നെ ചിലർ ഈ രാഹുർദശാകാലത്ത് ക്ഷേത്ര ദർശനം നടത്താതെ വളരെ യുക്തിവാദികളൊക്കെ ആയിട്ട് നടക്കുന്നവരുണ്ട്. ഈ 18 വർഷം അങ്ങനത്തെ ഒരു കാലമാണ്. ഇത് കഴിയുമ്പോൾ പെട്ടെന്ന് വ്യാഴം തുടങ്ങുമ്പോൾ ഭയങ്കര ഈശ്വര വിശ്വാസികളാവും. അത് ആ ദശയുടെ മാറ്റമാണ്. അപ്പോൾ ചില കുട്ടികൾ കരുതും അച്ഛനെന്താ പറ്റിയേ, ആരെങ്കിലും നാളികേരത്തിന് തലക്കിടിച്ചോ എന്നൊക്കെ കരുതും. അങ്ങനെ കരുതണ്ട. സംഭവം ദശ മാറി എൻ്റെ ഒരു പരാക്രമണം കാണിച്ചു കൂട്ടുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ ദശകളും അനുസരിച്ച് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് കത്തുകളായി അയയ്ക്കുക. കാരണം ടെലിഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. അതിനാൽ കത്തുകളിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. സംശയങ്ങൾ കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തലവേദന കമ്പൈൻഡ് വിത്ത് ഫീവർ, വോമിറ്റിംഗ്, നോസിയ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെൻസേഷൻ ഇല്ലായ്മ, ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ സൂക്ഷിക്കേണ്ട തരം തലവേദനകൾ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് പേഴ്സണലായിട്ട് എനിക്കൊരു അനുഭവമുള്ളതാണ്. എനിക്ക് വളരെ നന്നായി അറിയാവുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു ബ്രെയിനിലെ ഒരു ബ്ലഡ് വെസൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൂക്കിൽ കൂടെ വരുന്നതൊക്കെ ഒരു ബ്ലഡ് വെസൽ പൊട്ടുന്നതാണത്. പ്രഷർ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രഷർ കൂടുമ്പോൾ ഒരു ബ്ലഡ് വെസൽ പൊട്ടി ബ്ലഡ് പുറത്ത് വരുന്നു. അത് മൂക്കിലൂടെ വരുന്നത് പിന്നെയും സേഫാണ്. ഇത് ഈ ബ്ലഡ് വെസൽ നേരെ പോയിട്ട് പൊട്ടുന്നത് ബ്രെയിനിലാണെങ്കിൽ അത് ബ്രെയിനിനുള്ളിൽ ബ്ലീഡ് ചെയ്ത് അതിൻ്റെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ഒരവസ്ഥ. അത് ശരിക്കും ബ്രെയിനിനുള്ളിൽ ശരിക്കും എന്തെങ്കിലും ഒരു ബ്ലഡ് വെസൽ പൊട്ടിയാൽ അതിൻ്റെ ഒരേ ഒരു സിംറ്റം തലവേദനയാണ്. ഈ തലവേദന ഇങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഇല്ലാത്തൊരു തരം തലവേദന. അത് എന്നിട്ട് ഹെമറേജിലേക്ക് അത് ലീഡ് ചെയ്യുമ്പോൾ ഈ തലവേദനയുടെ ഇത് കൂടിക്കൂടി വരും, വീര്യം കൂടിക്കൂടി വരും. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായ സിംറ്റം എന്ന് പറഞ്ഞാൽ ഛർദിൽ. ഈ തലവേദനയും ഛർദിലും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും തലവേദനയ്ക്കും ഛർദിലിനും ഇപ്പോൾ എന്ത് റെമഡി, എന്ത് പ്രശ്നം എന്ന് പറഞ്ഞ് അതിനെ വിട്ട് പിന്നെ അത് ഒരു സ്റ്റേറ്റ് ഓഫ് സബ് കോൺഷ്യസ്നെസ്, സ്റ്റേറ്റ് ഓഫ് കോമ, പിന്നെ കൊണ്ടുപോയി CT സ്കാൻ എടുത്ത് നോക്കിയപ്പോഴായിരുന്നു അത് ഒരു ഹെവി ബ്ലീഡിങ് തന്നെയായിരുന്നു. ആൻഡ് ദാറ്റ് ലെഡ് ടു ഡെത്ത്. അതെ, അതുകൊണ്ട് തന്നെ തലവേദന ഒരിക്കലും തലവേദന കമ്പൈൻ വിത്ത് എനി ഓഫ് ദീസ് സിംറ്റംസ് ഒരിക്കലും നിങ്ങൾ നിസ്സാരമായി എടുക്കരുത് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ തലവേദന എന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും വരുന്ന വളരെ കോമൺ ആയ ഒരു ഡിസീസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു അവസ്ഥയാണെങ്കിൽ, ഒരു രോഗമെന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ പോലും അന്നത്തെ ദിവസത്തെ അല്ലെങ്കിൽ നമ്മുടെ ആ സമയത്തെ ഒരു കോൺസെൻട്രേഷനും നമുക്ക് ചെയ്യാനുള്ള വർക്കുകളും ഒക്കെ പെൻഡിങ് ആക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പരമാവധി ആർക്കും തലവേദന വരാതിരിക്കട്ടെ. വരുന്നുണ്ടെങ്കിൽ തന്നെ സ്ഥിരമായ തലവേദന അല്ലെങ്കിൽ എന്തൊരു ശാരീരിക പ്രശ്നങ്ങളാണെങ്കിലും ഒരു ഡോക്ടറുടെ ഉപദേശം തേടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കാണാം. അതുവരെ നന്ദി, നമസ്കാരം.